കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഭിന്നത. മമതാ ബാനർജിയും അനന്തരവൻ അഭിഷേക് ബാനർജിയും രണ്ട് തട്ടിലാണെന്നാണ് റിപ്പോർട്ട്. ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ ഇന്ന് CBI വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിന്റെ സുരക്ഷാ ചുമതല CISF ഏറ്റെടുത്തു. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി കൊൽക്കത്തയിൽ ചേരുന്നു. ബൽറാം, അതൊരു ക്രമസമാധാന പ്രശ്നത്തിനപ്പുറം രാഷ്ട്രീയ വിഷയമായി കൂടി ഡെവലപ്പ് ആവുകയാണ് അല്ലേ? ഹഷ്മി, തീർച്ചയായും നേരത്തെ അത് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിനായിരുന്നു കാരണമായിരുന്നത് എങ്കിൽ അതിനപ്പുറത്തേക്ക് തൃണമൂൽ കോൺഗ്രസ് എന്ന ഭരണപക്ഷത്തുള്ള പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ഭിന്നതയ്ക്ക് പോലും ഇത് കാരണമായിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ കേസിലെ പ്രതി അല്ലെങ്കിൽ ആരോപണ വിധേയനായ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ ഒരു വിഭാഗം നേതാക്കൾ സംരക്ഷിക്കുന്നു എന്ന ആക്ഷേപം പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. അഭിഷേക് ബാനർജി ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപവും പ്രിൻസിപ്പലിനെതിരെ കടുത്ത നടപടി എടുക്കാത്തതിൽ അദ്ദേഹത്തിന് അതൃപ്തിയുമുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. പ്രത്യേകിച്ചും ഈ സംഭവത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജി സമർപ്പിച്ച വ്യക്തിക്ക് 4 മണിക്കൂറിനകം തന്നെ മറ്റൊരു ആശുപത്രിയുടെ പ്രിൻസിപ്പലായി പുനർനിയമനം നൽകിയ നടപടി പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേറ്റു എന്ന അഭിഷേക് ബാനർജിക്ക് പരാതിയുണ്ട്. ഒപ്പം തന്നെയാണ് ഇത്തരത്തിൽ ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി ഉയർന്നുവരുന്ന സാമ്പത്തിക ക്രമക്കേട്, അഴിമതി ആരോപണങ്ങൾ സംബന്ധിച്ചും അതൃപ്തി അഭിഷേക് ബാനർജിക്കുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മമതാ ബാനർജി നടത്തിയ റാലിയിൽ അഭിഷേക് വിട്ടുനിന്നതിൽ മമതാ ബാനർജിക്കും കടുത്ത അതൃപ്തിയുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നേരത്തെ ആശുപത്രിയിൽ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടും അത്തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ പ്രചരിക്കപ്പെട്ടിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ഭിന്നത പുറത്തു വരേണ്ടതുണ്ട്. പരസ്യ പ്രതികരണത്തിലേക്ക് വരെ എത്തിയേക്കാം കാര്യങ്ങൾ എന്നാണ് പുറത്തുവരുന്ന വിവരം. ആശുപത്രിയിൽ അതേസമയം CISF അല്പസമയത്തിനകം തന്നെ പൂർണ്ണ ചുമതല, സുരക്ഷാ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് സുപ്രീം കോടതിയിൽ ഈ വിഷയം പരിഗണിക്കുന്നതിനിടെ ഈ CISF പൂർണ്ണമായും ചുമതല ഏറ്റെടുത്തിട്ടില്ല എന്ന് പരാമർശിക്കപ്പെട്ട നിമിഷങ്ങൾക്കകമാണ് 185 അംഗ CISF സംഘം ആശുപത്രിയിൽ എത്തിയത്. 3 ഷിഫ്റ്റുകളിലായി ഇവരായിരിക്കും ഈ സുരക്ഷാ ചുമതല നിർവഹിക്കുക. ആശുപത്രിയുടെ പുതിയ പ്രിൻസിപ്പൽ അടക്കമുള്ളവരെ മാറ്റിക്കൊണ്ടുള്ള നടപടിയിലേക്കും സർക്കാർ കടന്നിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.